ഞാൻ എവിടാന്നറിയാമോ? കൂബർപ്പിടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ആളുകൾ ഭൂമിക്കടിയിലാണ് താമസിക്കുന്നത്. വെറൈറ്റി സ്ഥലം. ഒരു അണ്ടർഗ്രൗണ്ട് പള്ളി കണ്ടിട്ടുണ്ടോ? ഇവിടെ കംപ്ലീറ്റ് എന്തൊക്കെയോ നിഗൂഢതകൾ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഒരു സ്പേസ് ട്രിപ്പ് കാണാൻ താല്പര്യമുണ്ട്. എല്ലാം മണ്ണിന്റെ അടിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? മല വെട്ടിപ്പൊളിച്ചുണ്ടാക്കിയിരിക്കുക കേട്ടോ. ആ കടയുടെ പേര് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ അടിയിലാണ് എൻ്റെ മുറി. ഇത് കണ്ട ഇതിന്റെ അടിയിലാണ് എൻ്റെ മുറി. ഈ കാണുന്ന മലയുടെ അടിയിൽ മല തുറന്നുണ്ടാക്കിയ ഒരു ഹോട്ടൽ. ഈ ഹോട്ടലിലാണ് ഞാൻ ഇന്ന് താമസിക്കാൻ പോകുന്നത്. ഇതിന്റെ അടിയിൽ മൊത്തം ഒരു ഗംഭീര സെറ്റപ്പാ. വെരി ഗുഡ് മോർണിംഗ് ഗായ്സ്. നെക്സ്റ്റ് ഡേ. എന്റെ അമ്മേ, കാറ്റിനൊരു ഇല്ല. ഞാനവിടെ രാവിലെ ഡ്രോൺ പറത്താൻ നോക്കിയതാ. അത് കാറ്റ്, മഴക്കാറും അടുക്കത്തെ കാറ്റ്, തണുത്ത കാറ്റ് എന്ന് പറഞ്ഞാൽ തണുത്ത കാറ്റ് തുറക്കുന്ന. എന്ത് കാറ്റാ ഇത്? ഇന്ന് ഡ്രോൺ പറത്തിൽ നടക്കില്ല. ഞാനെന്നാ ഇവിടത്തെയൊക്കെ ഡ്രോണൊക്കെ പറത്താൻ കരുതിയിരിക്കുകയാണ്. ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ഇന്നലെ തന്നെ ഭയങ്കര കാറ്റായിരുന്നു. ഇമാതിരി വൃത്തികെട്ട കാറ്റ്, തണുപ്പ്. ഇവിടെ തണുപ്പ് വരുമ്പോഴത്തേക്കിനും ഒടുക്കത്തെ തണുപ്പ് വരുന്ന സ്ഥലമാണ് ഗൈസ്. അയ്യോ, ഇന്ന് നമുക്ക് അധികം ദൂരം ഓടിക്കാനില്ല. ഒരു 500 കിലോമീറ്റർ താഴെ ഓടിക്കാനുള്ളൂ. നമ്മളിന്ന് കൂബർപ്പിടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോയി നിൽക്കുന്നത്. അവിടെ കൂബർപ്പിടി എന്ന് പറയുന്നത് അവിടെ അണ്ടർഗ്രൗണ്ട് ആണ് എല്ലാം. അതായത് അവിടെ ഭയങ്കര ചൂട് വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് എല്ലാവരും അണ്ടർഗ്രൗണ്ടിലാണ് താമസിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. കൂബർപ്പിടി ഞാൻ താമസിക്കാൻ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ ഒരു അണ്ടർഗ്രൗണ്ട് ഹോട്ടലാണ്. അങ്ങനെയാണ് എൻ്റെ പരിപാടി. ചാവി കൊണ്ടുവന്നിട്ടില്ല. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള. There's the key. Thank you. No worries. Yeah, bye. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. ഫ്യൂൽ അടിക്കണം. പക്ഷെ നമുക്ക് ഇപ്പോൾ അടിക്കണം. നമുക്ക് കുറച്ച് കഴിഞ്ഞ് അടിക്കാം ഫ്യൂൽ. നമുക്ക് അപ്പുറത്തെ ടൗണിലൊന്ന് പോയിട്ട് വന്നിട്ട് അടിക്കാം. ഈ ഭൂമേറ എന്തോ നിഗൂഢതകളെന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. എനിക്കറിയത്തില്ല. ഇവിടെ ഫുള്ള് വിജൃംഭിച്ചിരിക്കുന്ന ഒരവസ്ഥ. എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. ഒരു മനുഷ്യനെ പുറത്ത് കാണുന്നില്ല. കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ കാണാം. അത്രയൊക്കെ ഉള്ളൂ. വേറെ ഒന്നും കാണുന്നില്ല. ഇന്നലെ 35-40 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ രാവിലെ കാണിക്കുന്നത് 18 ഡിഗ്രി സെൽഷ്യസ്. 18 എന്നാ ഡിപ്പാ എന്ന് നോക്കി. എവിടെന്നോ കുറെ കാറ്റ് വന്നിട്ടുണ്ട്. ആ കാറ്റ് കാരണമായിരിക്കും 18 ഡിഗ്രി സെൽഷ്യസ് എന്ന്. ഇതൊരു അവസ്ഥയാണ്. തണുത്തിട്ട് വയ്യ. ഞാനാണ് വേറെ ഡ്രസ്സും ഇല്ല ഗൈസ്. കഴിഞ്ഞ ഏതാനും നാളായിട്ട് നമ്മൾ ഓസ്ട്രേലിയയുടെ ഔട്ട് ബാക്ക് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മളിപ്പോൾ സൗത്ത് ഓസ്ട്രേലിയയിൽ നിന്നും നമ്മൾ നോർത്തേൺ ടെറിട്ടറിയിലെ ആലിസ് സ്പ്രിങ്സിലേക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് ഞാൻ പോകുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം വന്ന് താമസിച്ച വൂമേറ എന്ന് പറയുന്ന ആ ഒരു മിസ്റ്റീരിയസ് അല്ലെങ്കിൽ ആ ഒരു വളരെ നിഗൂഢതകൾ നിറഞ്ഞ ആ ഒരു ചെറിയ ഒരു സ്ഥലത്ത് നിന്നും ഏകദേശം ഒരു 400 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് നമ്മൾ കൂബർപ്പിടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. കൂബർപ്പിടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവൽ സ്ഥലമാണ് ഗൈസ്. ലെറ്റ്സ് ഗോ. ഇന്നലെ വരെ അതിഭയങ്കരമായിട്ടുള്ള ചൂടായിരുന്നുണ്ടെങ്കിൽ ഇന്നായപ്പോഴത്തേക്കിനും കാറ്റ് തുടങ്ങി. 18 ഡിഗ്രി സെൽഷ്യസ് കാറ്റ്. ഇന്നലെയാണ് 40 ഡിഗ്രി സെൽഷ്യസ് ചൂടായിരുന്നു. ഒരു ദിവസം കൊണ്ട് ഇത്രയ്ക്കൊക്കെ മാറി മറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഇല്ല എന്താ സംഭവിക്കുന്നത്. ഇനി വിട്ട് കഴിഞ്ഞാൽ പിന്നെ പമ്പൊക്കെ ഉണ്ടാവില്ല. പമ്പൊന്നും ഉണ്ടാവില്ല. നമുക്ക് അടിച്ചിട്ട് പോകാം പ്ലീസ്. കുത്തി നിറച്ചിട്ട് പോവാം. ഇല്ലെങ്കിലേ എങ്ങാനും ഒന്നാമത് കാറ്റുമുണ്ട്. കാറ്റ് പിടിച്ച് മൈലേജ് കുറഞ്ഞാലോ. വഴി കിടക്കാൻ വയ്യ. ഇന്ധനം തീർന്ന് വഴി കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അതിലും വേറെ ഒന്നും പറയാനില്ല. ഇവിടെ വലിയ വിലയില്ല കേട്ടോ. 2.15 ഉള്ളൂ. 2.8 വരെ കൊടുത്ത് ഞാൻ അടിച്ചിട്ടുണ്ട്. ഓരോ തുള്ളിയും അമൂല്യമാണ്. ഇന്ന് ഭയങ്കര കാറ്റ് പിടുത്തവാ. ഇന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യമായിട്ട് സ്പീഡിൽ പോകാൻ പറ്റുമെന്ന്. കാറ്റ് പിടുത്തം എന്ന് പറഞ്ഞാൽ ശബ്ദം കേൾക്കുന്നുണ്ടോ? കാറ്റ് പിടിക്കുന്നുണ്ടോ? ഒരു ഔട്ട് ബാക്ക് റോഡ് ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും മിനിമം കുറച്ച് സംഭവങ്ങളൊക്കെ വേണം. അവിടെ ഇവിടെയൊക്കെ വരും. വലിച്ചു വാരി ഇടുക. എൻ്റെ ഡ്രോൺ ഇവിടെ, എൻ്റെ റെഡ് ബുൾ ഇവിടെ, ഇന്നലെ വാങ്ങിച്ച പേഴ്സ് ഇവിടെ, പിന്നെ എൻ്റെ നിക്കർ ഇവിടെ, ബാഗ് ഇവിടെ. അയ്യോ, ഞാനിത് മറന്നുപോയി. മുറുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മുറുക്ക് സ്പെഷ്യൽ മസാല മുറുക്കെന്നും പറയാനുണ്ട്. അയ്യോ, ഇത് മറന്നുപോയി കഴിക്കാനായിട്ട്. ഇത് കഴിക്കാം അല്ലേ. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ ദ ഡേ.
അപ്പൊ നമ്മൾ തിരിച്ച് ഹൈവേയിലോട്ട് വന്ന് കയറുന്നു. അപ്പൊ നമുക്കിനി പോകേണ്ടത് കൂബർപെടി എന്ന് പറയുന്ന സ്ഥലം. കൂബർപെടി ഇടത്തോട്ട് പോയാൽ പോർട്ട് അഗസ്റ്റ നമ്മൾ വന്ന സ്ഥലം, വലത്തോട്ട് പോയാൽ ഗ്ലൻഡാംബോ, കൂബർപെടി. വിജനം വിജനം വിജനം. ഓ മൈ കടവുളെ, ഒരു സ്റ്റോപ്പ് കണ്ട്. അത് കണ്ടാ, അതായത് ഇതൊരു ലുക്ക് ഔട്ട് പോയിന്റ് ആണ്. ഇതൊരു ലേക്കാണ്. ആ ലേക്കിൽ ഇപ്പം വെള്ളമൊന്നുമില്ല, വെള്ളമെല്ലാം വറ്റി സോൾട്ട് ഫോം ചെയ്യുന്ന പോലെ നിൽക്കുകയാണ് കേട്ടോ. നോക്കി, സോൾട്ട് ലേക്ക് എവിടെ അല്ല, ഇവിടെ ആരും ഉപ്പ് ഉണ്ടാക്കുന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ ഉപ്പ് പാടങ്ങൾ പോലെ തന്നെ നിൽക്കുകയാണ്. ഒരു ഡ്രോൺ പറത്താനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കാറ്റും പിന്നെ മാത്രമല്ല അത് ഭയങ്കര ദൂരമാണ്. അത്രയും ദൂരം ഒന്നും അതിന്റെ ഡ്രോൺ പോകില്ല. ഇവിടെ ഹൈവേ വന്ന് കയറിയപ്പോഴേ എഴുതി വെച്ചിരിക്കുന്നത് അടുത്ത ഫോൺ വിളിക്കാനുള്ള സ്ഥലം, നെറ്റ്വർക്ക് കിട്ടുന്ന സ്ഥലം 113 കിലോമീറ്റർ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന്. ഇവിടെ നിന്ന് വിട്ടുകഴിഞ്ഞാൽ ഇവിടെ ഈ ഭാഗത്തൊക്കെ ഓടുന്ന പല ആൾക്കാരും വണ്ടികളിലൊക്കെ ഇപ്പം സ്റ്റാർലിങ്ക് ഇൻസ്റ്റാൾ ചെയ്ത് തുടങ്ങി. സ്റ്റാർലിങ്കിന്റെ മറ്റേ വൈഫൈ സെറ്റപ്പ് ഉണ്ട്. ഈ ഒരു ട്രെയിൻ പോകുന്നു, അടിപൊളി, കാണാൻ പറ്റില്ല. ഗൈസ്, ഇവിടെ വീണ്ടും ഒരു ലുക്ക് ഔട്ട് പോയിന്റ് വന്നു. ആ ലുക്ക് ഔട്ട് പോയിന്റ് എന്ന് പറയുന്നത് എന്താന്ന് നോക്കിയേ, ഇവിടെ മൊത്തം സോൾട്ട് ലേക്കുകളാണ് ഗൈസ്, ഫുൾ സോൾട്ട് ലേക്ക്. എന്റെ ദൈവമേ, ഇത് കണ്ടില്ലേ, ഇത് എന്താണ് കൊക്കാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 people 1 country 1 dreaming, അതാണ് കൊക്കാത്ത. എനിക്ക് ആക്ച്വലി നടന്ന് അങ്ങോട്ട് പോകണമെന്നുണ്ട്, ആ സോൾട്ട് ലേക്കിന് അങ്ങോട്ട്. പക്ഷേ കാറ്റ് കാരണം എനിക്ക് നടക്കാൻ വയ്യ. കാരണം ഞാൻ പോയിട്ട് വന്നാൽ പണി കിട്ടും. എൻ്റെ ജാക്കറ്റ് ഒന്നുമില്ല. പിന്നെ ഡ്രോൺ പറത്താന്ന് പറഞ്ഞാൽ കാറ്റ് കാരണം അതും പറ്റുന്നില്ല. ഓ മാൻ, ഇവിടെ വണ്ടി ഇട്ടിട്ട് ആരോ ഒരാൾ നടന്നു പോയിട്ടുണ്ട്. അയാൾ അവിടെ പോയിട്ട് എന്തോ ചെയ്തോണ്ടിരിക്കുക. ഒരു പുള്ളി അവിടെ ഇരിക്കുന്നുണ്ടോ, കണ്ടോ, ഹീസ് ഡൂയിങ് സംതിങ്. കാറ്റടിച്ചിട്ട് വണ്ടി എനിക്ക് 2 കൈയും പിടിക്കാണ്ട് ഓടിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ സ്റ്റിയറിംഗ് ഇങ്ങനെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുക. അതുപോലെ കാറ്റാണ്, ഭയങ്കര കാറ്റാ, രക്ഷയില്ല. ഡ്രോൺ പറത്തിയാൽ പൊങ്ങൂല, അതുപോലെ കാറ്റ്. അങ്ങനെ 100 കിലോമീറ്റർ കഴിഞ്ഞ് ഗ്ലൻഡംബോ എന്ന് പറഞ്ഞൊരു സ്ഥലമെത്തി. ഇവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇന്നലെ നിന്ന പോലെ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റ്, പിന്നെ മോട്ടലുണ്ടോ എന്ന് അറിയത്തില്ല, ഉണ്ടാവുമായിരിക്കും. ഇതും ഈ പറഞ്ഞ പോലെ ചെറിയൊരു ഔട്ട് ബാക്ക് വില്ലേജ് ആണ്. ഇവിടെ ഒരു കാരവൻ പാർക്കുണ്ട്, ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, ഒരു കടയുണ്ട്, അത്രേ ഉള്ളൂ. ലാസ്റ്റ് സ്റ്റോപ്പ് ഫോർ ഫ്യൂവൽ. ഇനിയിപ്പോൾ കൂപ്പർപെടിയിൽ 253 കിലോമീറ്റർ കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. ശരിയാണല്ലോ, 253 കിലോമീറ്റർ ഉണ്ടല്ലോ. റോഡ് ട്രെയിനുകളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് ഇവിടെ നിർത്തുന്നുണ്ട്. ഒരെണ്ണം വന്ന് ഇവിടെ നിർത്തുന്നുണ്ട്. ഇത് രസമല്ലേ കാണാനായിട്ട്. ഒരാൾ അവിടെ കിടപ്പുണ്ട്, ഒരാൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നു. 24 മണിക്കൂറും ഫ്യൂവൽ കിട്ടുന്ന സ്ഥലമാണ്. രാത്രി ഇവിടെ പൊതുവെ ആൾക്കാർ ഡ്രൈവ് ചെയ്യുന്നതിലൊക്കെ കുറവാണ്. ആ റോഡ് ട്രെയിനിൻ്റെ ബാക്കിൽ വേറെ ഒരു ട്രക്ക് കയറ്റി വെച്ചുകൊണ്ടാണ് പോകുന്നത്. എനിക്ക് ഇവിടെ ഒരു മോട്ടലുണ്ട്, ഒരു ചെറിയൊരു ബഡ്ജറ്റ് റൂംസ്, പിന്നെ ഈ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് ഉള്ളത്, ആഡ് ബ്ലോക്ക് കിട്ടും. ഇതാണ് ഈ നാട്ടിലെ മോട്ടൽ. എന്താല്ലേ ഇത് നാടെന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് ചെറിയൊരു സ്ഥലം. ആ ഒരു സ്ഥലത്ത് ഇവിടെ ഇങ്ങനെ പോകുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള സൗകര്യം, അത്രേ ഉള്ളൂ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മൊബൈൽ നെറ്റ്വർക്ക് ഉണ്ടാവും. ടെലസ്ട്ര എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് കൂടുതലും എല്ലായിടത്തും ഉണ്ടാകുക. ബാക്കിയുള്ള സ്ഥലത്തൊന്നും വേറെ ഒന്നും കാണത്തില്ല. വരുന്ന വഴിക്ക് ഒരു ബോർഡ് കണ്ടു, കോമൺവെൽത്ത് ഓഫ് ഓസ്ട്രേലിയ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ്. അതായത് ഈ റോഡിൽ കൂടെ നിങ്ങൾക്ക് പോവാം, പ്രശ്നമൊന്നുമില്ല. ഇത് ഏത് സമയത്തും ആളുകൾക്ക് ഇതിലൂടെ പോവാം. പക്ഷേ ഏത് സമയത്തും നമുക്ക് ഇത് ബ്ലോക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ മെയിൻ റോഡ് വിട്ട് പുറത്തോട്ടെങ്ങും പോകാനും പാടില്ല എന്ന് പറഞ്ഞ് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ഒരു ഡിഫൻസ് ഏരിയ ആണ്. ഇത് മനസ്സിലായില്ലേ? അതായത് നമ്മൾ ഇന്നലെ താമസിച്ചതും ഒരു ഡിഫൻസ് ഏരിയയിലാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതും എനിക്ക് തോന്നുന്നു ഇവിടെ കംപ്ലീറ്റ് എന്തൊക്കെയോ നിഗൂഢതകൾ നിറഞ്ഞ സ്ഥലമാണ് മൊത്തത്തിൽ. ഡിഫൻസ് മാത്രമല്ല, വേറെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. ഒന്നുമില്ല. അതായത് നമ്മൾ പോർട്ട് അഗസ്റ്റേന്ന് വിട്ടതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 500 കിലോമീറ്റർ, ഈ 500 കിലോമീറ്റർ ഒരു ടൗൺ പോലും ഇല്ല. ആകെ കണ്ടത് നമ്മൾ 2 പെട്രോൾ പമ്പുകളാണ്, പെട്രോൾ പമ്പ് ഹോട്ടലും. വേറൊരു ടൗൺ പോലും ഇല്ല, ഒന്നുമില്ല. 500 അല്ലല്ലോ, 700-750 കിലോമീറ്റർ ഉണ്ട്. വിജനം 500 അല്ല, ഓൾമോസ്റ്റ് 750 കിലോമീറ്റേഴ്സ്. നമ്മുടെ നാട്ടില് ഉത്തർപ്രദേശിൽ യമുന എക്സ്പ്രസ് ഹൈവേയിൽ മാത്രമല്ല റൺവേ ഉള്ളത്. ഇവിടെ ഇങ്ങ് ഓസ്ട്രേലിയയിലും റൺവേ ഉണ്ട്. ഇതൊരു എമർജൻസി റൺവേ സ്ട്രിപ്പ് ആണ് എന്ന് പറഞ്ഞിട്ട് റോഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞ ഈ റോഡിൽ എവിടെ വേണമെങ്കിലും നമുക്ക് വിമാനം ഇറക്കാം. കാരണം അതുപോലെ ഒരു ക്ലീൻ ആയിട്ടുള്ള സ്ട്രെയിറ്റ് കിടക്കുന്ന റോഡാണ്. പക്ഷെ ഇവിടെ റൺവേ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്ന ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. ശരിക്കും നമ്മുടെ യമുന എക്സ്പ്രസ് ഹൈവേയിൽ മാത്രമല്ല, അതിന് മുമ്പ് ഞാൻ അവിടെയാണ് കണ്ടിട്ടുള്ളത്. ഇവിടെയും കണ്ടു ഗായ്സ്. നോക്കാം, അത് അവസാനിച്ച് കണ്ടാ. എവിടെ പോയത് 2 ഒട്ടോ പക്ഷികള്? എവിടെ പോയത്? ഞാൻ ഇപ്പൊ 2 ഒട്ടോ പക്ഷികൾ ഇടിക്കേണ്ടതായിരുന്നു ഗൈസ്. ഓട്ടോ പക്ഷി ചാടി റോഡിന്റെ മുമ്പിലോട്ട് 2 എണ്ണം.
എന്തോ ഭാഗ്യത്തിന് ബ്രേക്ക് ഔട്ട് കിട്ടി. ഞാൻ വലിയ സ്പീഡിലും ആയിരുന്നില്ല. എൻ്റെ പൊന്നു, എൻ്റെ സഡൻ ബ്രേക്ക് പിടിച്ചിട്ട് എൻ്റെ സാധനങ്ങളെല്ലാം താഴെ പോയി. ഇവിടെ എല്ലാം മൈനുകളുടെ സ്ഥലമാണല്ലോ. നോക്കിയേ, മൈൻ സൈറ്റ്, നോ എൻട്രി അൺലെസ് ഓതറൈസ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അയൺ മൈൻസ് എന്തൊക്കെയാണോ, എന്തൊക്കെയോ മൈനുകളുണ്ട് അവിടെ. ഇഷ്ടംപോലെ മൈനുകളുണ്ട്. ഇവിടെ എല്ലാം മൈനുകളാണ്. അയൺ മൈൻ കുഴിച്ചെടുത്ത ആ ഒരു സംഭവങ്ങൾ മണ്ണെടുത്തിട്ടിരിക്കുകയാണ് അവിടെ ആയിട്ടല്ലേ. അങ്ങനെ ഞാനൊരു ക്യാമലിനെ കണ്ടു. ദേ ഇവിടെ മരുഭൂമിയിൽ ഒരു ക്യാമൽ. ഇന്ന് കുറേ സംഭവങ്ങൾ കണ്ടു. ഇന്ന് ക്യാമല്, ആട്, പശു, പിന്നെ നമ്മുടെ ഒട്ടകപ്പക്ഷി, അങ്ങനെ കുറേ സാധനങ്ങളെ ഞാൻ ഇന്ന് കണ്ടു കേട്ടോ. ഇതേ ഒരുത്തൻ അവിടെ നിൽക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് 2 പശുക്കളും ഉണ്ട്. ഞാൻ കുറേ നേരം ഇങ്ങനെ ഓടിച്ച് റെസ്റ്റ് ഏരിയ കണ്ടപ്പോഴത്തേക്കും നിർത്തി. കണ്ണിങ്ങനെ ഡ്രൈ ആയിട്ട് അടഞ്ഞടഞ്ഞു പോകുന്ന പോലെ. സാറിന് എനിക്ക് അങ്ങനെ ഉറക്കം വരാത്ത എന്താ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ലൈക്ക് ഒന്നാമത് ഈ വണ്ടി ഇവിടെ 110-111 പോകാൻ പറ്റുള്ളൂ. പിന്നെ ചെറിയ വണ്ടിയല്ലേ, 110 എന്ന് പറഞ്ഞെടുത്ത നല്ല റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്കും ഉറക്കം വരും. എന്ത് പറ്റി എനിക്കിന്ന്? അങ്ങനെ ആ ഒരു പോർട്ട് അഗസ്റ്റ കഴിഞ്ഞ് ഒരു 10-650 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ആളുകൾ ജീവിക്കുന്ന ആ ഒരു കൂപ്പർപിടി എന്ന് പറഞ്ഞ ആ ഒരു ടൗൺ എത്തിക്കൊണ്ടിരിക്കുന്നത്. ടൗൺ എന്ന് പറയാൻ പറ്റുമോന്ന് അറിയില്ല. ഇപ്പോഴും കൂപ്പർപിടി ഒരു വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇവിടെ നമുക്ക് അണ്ടർഗ്രൗണ്ടിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്നത്. അതായത് ഭൂമിക്കടിയിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി കാണുക, ഇങ്ങനെ എന്താന്നല്ലേ, കാണിച്ചു തരാം. ഈ കൂപ്പർപിടി എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇത് ഫേമസ് ഫോർ ഓപ്പൽസ് എന്ന് പറയുന്ന ഒരു മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഭൂമിക്കടിയിൽ നിന്നും കണ്ടെടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റോൺസ് ആണ്. അപ്പൊ അതിന്റെ സ്ഥലമാണിത്. ഇഷ്ടംപോലെ ഓപ്പൽ മൈൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. ആടാ കണ്ടു തുടങ്ങിയടാ, ഭൂമിക്കടിയിലെ വീടുകൾ കണ്ടു തുടങ്ങിയടാ, വീടും സ്ഥലമൊക്കെ കണ്ടു തുടങ്ങിയടാ. ഞാൻ കാണിച്ചുതരാം. ആ കാണുന്ന ഏരിയ കണ്ടോ, അതൊക്കെ കണ്ടോ, അതൊക്കെ ഭൂമിക്കടി. അത് ആ വീടിന്റെ വീടുകളുടെ എൻട്രൻസ് ആണ് കാണുന്നത്. അത് ശരിക്കും ഭൂമിക്കടിയിലേക്കായിരിക്കും അതിന്റെ റൂമുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വരിക. നമ്മളിന്നിവിടെ കൂപ്പർപിടി താമസിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ മെയിൻ സംഭവങ്ങൾ എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് അട്രാക്ഷൻസ് ആണ്. പിന്നെ ഓപ്പൽ മൈനിങ് കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു. പിന്നെ ടൗൺ വളരെ വ്യത്യസ്തമായ ടൗൺ ആണ്. പിന്നെ ഇവിടുത്തെ അണ്ടർഗ്രൗണ്ടിൽ താമസം, അതാണ് മറ്റൊരു അട്രാക്ഷൻ. ഞാനങ്ങനെ എന്റെ വണ്ടി എവിടെ കൊണ്ടിട്ടിരിക്കുന്നത് അറിയാവോ? ഈ കാണുന്ന ഒരു ബ്ലോയറിന്റെ കീഴിലാണ്. ഇതെന്ന് പറയുന്നത് വെൽക്കം ടു കൂപ്പർപിടി എന്നും പറഞ്ഞുകൊണ്ട്. ഭയങ്കര കാറ്റാണ്, സംസാരിക്കാതെ കാറ്റെന്ന് പറഞ്ഞ കാറ്റ് കേസ്. ഇതെന്തു പ്രശ്നമുണ്ട്? ഇങ്ങനൊന്നും അല്ല ഇവിടെ. കാറ്റെന്ന് പറഞ്ഞ കാറ്റ്. അയ്യോ, എനിക്കാണെങ്കിൽ കൊള്ളാനും പറ്റില്ല. ഇവിടുന്ന് ബാത്റൂം പോലും ഇല്ല. അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയാം? ഈ സ്ഥലം എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ബ്ലോയർ ആണ് ഇരിക്കുന്നത്. പണ്ട് കാലത്തല്ല, ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്ലോയർ. അതായത് ഈ ഓപ്പൽ എന്ന് പറയുന്നത് മൈൻ ചെയ്തെടുക്കുന്ന സാധനമാണ്. അപ്പോൾ ഈ മണ്ണ് കുഴിച്ച് ആ മണ്ണ് കുഴിച്ചിട്ട് ആ മണ്ണെല്ലാം കൂടെ സക്ക് ചെയ്ത് പുറത്തേക്ക് കളയുന്ന ഒരു ബ്ലോയർ ആണ് ഇവിടെ ഇരിക്കുന്നത് പണ്ടത്തെ. അപ്പോൾ ഇതിങ്ങനെയാണ് യൂഷ്വലി ഇവിടെ കൂപ്പർപിടിയിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ചെറുകിട വ്യവസായം പോലെ തന്നെയാണ് തോന്നി ഓപ്പൽ മൈനിങ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലായിടത്തും മൈനിങ് കാണാം. അപ്പുറത്തും തൊട്ടപ്പുറത്തും എല്ലാം മൈനിങ്ങിൻ്റെ ചെറിയ സ്ഥലങ്ങളൊക്കെ കാണാം. ഓപ്പൽ എടുക്കുന്ന പരിപാടികളൊക്കെയാണ്. ഇത് ഓപ്പൽ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഇതിന് പേരുണ്ട്, ഓപ്പൽ സിറ്റി എന്ന് പറഞ്ഞും പേരുണ്ട്. സോ ആ കൂപ്പർപിടിയിലെ ആ ഒരു ഐക്കോണിക് ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു ഐക്കോണിക് ഫോട്ടോ എടുക്കുന്നൊരു സ്ഥലമാണ്. തൂണല്ല, എല്ലാ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്ന ഹോട്ടൽ എന്ന് പറയുന്നത്, എൻ്റെ ഹോട്ടൽ മുറി എന്ന് പറയുന്നത് ഭൂമിക്കടിയിലാണ്. ഭൂമിക്കടിയിലുള്ള ഹോട്ടൽ മുറികളിലാണ് ഞാൻ താമസിക്കാൻ പോകുന്നത്. ഇവിടെ ഓൾമോസ്റ്റ് ഒരു 80% ഇവിടുത്തെ ഹോട്ടലുകളും ഭൂമിക്കടിയിലാണ് അതിൻ്റെ മുറികളും മറ്റു സംഭവങ്ങളൊക്കെ. അപ്പം ജനലും വാതിലും ജനലൊന്നും ഉണ്ടാവില്ല. ക്ലസ്റ്റർഫോബിക് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെ ആയിരിക്കും എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഐ ആം സൂപ്പർ എക്സൈറ്റഡ്. $160 കൊടുത്ത് ഞാനൊരു റൂം ബുക്ക് ചെയ്തായിരുന്നു. വെൽക്കം ടു കൂപ്പർപിടി എത്തിയിരിക്കുകയാണ്. എല്ലായിടത്തും ഇതേപോലെ വെൽക്കം ബോർഡൊക്കെ ഉണ്ടാവും. ഇവിടെ മൊത്തം വേറെ കളറാ, റോഡിന് പോലും വേറെ കളറാ. കണ്ടില്ലേ? ഇതൊക്കെ ഇവിടുത്തെ സാധനങ്ങൾ വെച്ചുണ്ടാക്കിയ റോഡായോണ്ടായിരിക്കാം. ഇവിടെ എല്ലാം ബോർഡ് കണ്ടോ, അണ്ടർഗ്രൗണ്ട് ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞുണ്ട്. പിന്നെ ഇവിടെ ഒരു സെർബിയൻ ചർച്ചുണ്ട്, അത് അണ്ടർഗ്രൗണ്ട് ചർച്ചാണത്. ഇവിടെ അണ്ടർഗ്രൗണ്ട് മാത്രമല്ല, മുകളിലുള്ള വീടുകളും ഉണ്ട്. അണ്ടർഗ്രൗണ്ട് കൺസെപ്റ്റ് പണ്ടുള്ളതായിരുന്നു, ഇപ്പൊ പിന്നെ ഇത് ടൂറിസമായി മാറി. ഇപ്പോഴും ഉണ്ട്. അതിൻ്റെയൊക്കെ റീസൺ എന്താണെന്നൊക്കെ ഞാൻ പറയാം. ഇതൊരു ക്രൊയേഷ്യൻ ക്ലബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബാണ്.
ഇവിടെ ഷെല്ലിന്റെ ഒരു പമ്പുണ്ട്. അപ്പോൾ ഇവിടെ ഔട്ട് ബാക്ക് ബാർ ആൻഡ് ഗ്രിൽ എന്ന് പറഞ്ഞുകൊണ്ട് റെസ്റ്റോറൻറ്റ് ഉണ്ട്. നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. റെസ്റ്റോറൻറ്റും അതേപോലെ തന്നെ കോഫി ഷോപ്പ്, പിന്നെ സൂപ്പർ മാർക്കറ്റ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉള്ള ഒരു ഏരിയ ആണിത്. ഇത് ഇവിടുത്തെ ഒരു മെയിൻ റിക്രിയേഷൻ സ്ഥലമാണ്. നമുക്ക് എപ്പോഴെങ്കിലും വൈകിട്ടോ വല്ലതും വേണമെങ്കിൽ വന്ന് ഇവിടുന്ന് ഫുഡ് കഴിക്കാം. അവിടെ നിന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഫ്യൂൽ അടിക്കാൻ ഇച്ചിരി 10 സെൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ട്. ഫ്യൂൽ അടിച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കിനും 10 സെൻറ്റ് ഡിസ്കൗണ്ട്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ഇത് ഇവിടുത്തെ മറ്റൊരു ഹോട്ടലാണ്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലേ, ബിസ്ട്രോ ആൻഡ് ബാർ ബോട്ടിൽ ഷോപ്പ്. അതായത് ബോട്ടിൽ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ബോട്ടിൽ ഷോപ്പിന് സമയമുണ്ട്. ആ സമയത്ത് പോയാലേ ബോട്ടിൽ കിട്ടുള്ളൂ. വൈകിട്ട് 4 മണി മുതൽ 8 മണി വരെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഐഡിയ ഒക്കെ കാണിച്ച് വേണം പോയി വാങ്ങിക്കാനായിട്ട്. നമ്മുടെ നാട്ടിലെ ബിവറേജസ് കോർപ്പറേഷൻ്റെ സിസ്റ്റം പോലെ തന്നെ ഇവിടെ ഒരു ചെറിയ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ID കാർഡൊന്നും വേണ്ട, പക്ഷേ ഇവിടെ ID കാർഡൊക്കെ വേണം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടൗൺ സെൻറ്റർ. ടൗൺ സെൻറ്ററിൽ ഇന്ന് കാറ്റായതുകൊണ്ടാണെന്ന് തോന്നുന്നു, പുറത്ത് ആരുമില്ല. കാറ്റിനോടൊപ്പം തന്നെ ക്ലൗഡി ആയിട്ട് നിൽപ്പുണ്ട്. ഭയങ്കര കാറ്റാണ്. ഇവിടെ ഇഷ്ടംപോലെ പെട്രോൾ പമ്പുകളുണ്ട്, 2-3. ഇങ്ങനെ കൂടുതൽ പമ്പുകളുള്ള സ്ഥലത്ത് റേറ്റ് കുറവായിരിക്കും. ഇവിടെ ഒരു ഫാർമസി ഉണ്ട്, പിന്നെ അപ്പുറത്ത് ഒരു ഡയാലിസിസ് സെൻറ്റർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഹോം ഹാർഡ്വെയർ ഷോപ്പ്, പിന്നെ ഒരു പോസ്റ്റ് ഓഫീസ്, പിന്നെ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇവിടെ. പിന്നെ ഇതുപോലെ തന്നെ ഓപ്പൽസ് വിൽക്കുന്ന കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ, ഓപ്പൽ ആർക്കേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്പൽസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓപ്പൽസ് വിൽക്കുന്ന കടകൾ. ഇത് ഇങ്ങനത്തെ ടൂറിസ്റ്റുകളെ കാത്തിരിക്കുന്ന കുറേ കടകളൊക്കെ ഉണ്ട്. അവിടെ ആ പമ്പിൻ്റെ ഇപ്പുറത്തായിട്ടേ ഇവിടെ ഒരു ബോർഡ് കണ്ടു, അണ്ടർഗ്രൗണ്ട് കാത്തലിക് ചർച്ച് എന്ന്. എന്നാൽ പിന്നെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വീടുകൾ മാത്രമല്ല, ഇവിടെ ബാറും റെസ്റ്റോറൻറ്റും പള്ളിയും പലതും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അണ്ടർഗ്രൗണ്ടിലുണ്ട്. കാക്ക, ഓസ്ട്രേലിയൻ കാക്ക. ഈ അണ്ടർഗ്രൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇങ്ങനെയാണ് സെറ്റപ്പ്, മനസ്സിലായില്ലേ? ഒരു ചെറിയ മല പോലെ ഉണ്ടാവും. ഇവിടെ കൂപ്പർപേട്ടിലെ ചർച്ചസ് ഒക്കെ ഏത് രീതിയിലാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് കണ്ടോ, ഈ ഒരു രീതിയിലൊരു മല പോലൊക്കെ ഉണ്ടാക്കി അങ്ങനെ മല തുരന്നും, പിന്നെ അതേപോലെ മല അതിൻ്റെ മേളിലിട്ടും, മണ്ണ് അതിൻ്റെ മേളിലിട്ടും, അങ്ങനെയൊക്കെയാണ് ബേസിക്കലി ഇവരുടെ പരിപാടി എന്ന് പറയുന്നത്. അവിടെ ഒരു എക്സോസ്റ്റ് ഒക്കെ കണ്ടില്ലേ, ആ എക്സോസ്റ്റ് സംഭവങ്ങളൊക്കെ ഈ താഴേന്ന് ഈ എയർ സർക്കുലേഷൻ നടക്കണമല്ലോ അണ്ടർഗ്രൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കിനും, അതിന് വേണ്ടിയായിരിക്കും. ഇത് ഒരു സെറ്റപ്പാണ്. അതായത് തൊട്ടപ്പുറത്തൊരു മോട്ടൽ, അതിൻ്റെ ഇപ്പുറത്ത് ഇവിടെ കാണുന്നത് കാത്തലിക് ചർച്ച്. കണ്ട, ഇതാണ് നമ്മൾ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്ന പരിപാടിയാണെന്ന്. ഇത് ഓപ്പൺ ആണെങ്കിൽ ഞാൻ കയറി കാണിച്ചു തരാം. അതിൻ്റെ മുമ്പിൽ നമുക്കൊരു മണിയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് ബെൽ ടവർ, ചെറിയൊരു ബെൽ ടവറാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോഴത്തേക്കിനും ഇങ്ങനെയാണ് പള്ളിയുടെ എൻട്രൻസ് എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ നമുക്ക് അബോറിജിനൽ ആർട്ട് വർക്കൊക്കെ കാണാൻ സാധിക്കും. പിന്നെ അതിൻ്റെ മുകൾ ഭാഗം നോക്കി, ഇവിടെയൊക്കെ നമ്മുടെ പായയില്ലേ, നമ്മൾ അതുപോലത്തെ ആ സാധനം ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ശരിക്കും ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാം നാച്ചുറൽ AC ആണ്. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ചൂടുള്ളപ്പോഴും തണുപ്പുള്ളപ്പോഴും ഇതിനകത്ത് ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയിരിക്കും നാച്ചുറലി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് ശരിക്കും മണ്ണ് ചെങ്കല്ലുണ്ട്, നമ്മുടെ ചെങ്കല്ല് പോലത്തെ സ്ഥലം. അതിങ്ങനെ വെട്ടിയാണ് ഇതിങ്ങനെ റെഡിയാക്കിയിരിക്കുന്നത്. കണ്ടോ, അത് കൊള്ളാമല്ലേ? ചെങ്കല്ലിങ്ങനെ വെട്ടി ഇവർ കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ സെറ്റപ്പ് ആക്കിയിരിക്കുകയാണ്. എന്നിട്ട് ചില സ്ഥലങ്ങളിൽ ഇതുപോലെ വെളിച്ചം കയറുന്നതിന് വേണ്ടിയുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ആ പുറത്ത് കണ്ട ഔട്ട്ഡോർ ഏരിയ ആണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഇവിടെ പല വീടുകളും പണിയുന്നത്. പണ്ട് കാലത്ത് യുദ്ധസമയത്തൊക്കെ ബങ്കറുകളൊക്കെ പണിതിരുന്ന പോലെ തന്നെയുള്ള ആ ഒരു സെറ്റപ്പാണ്. അപ്പോൾ നമുക്കിനി ഒരു ഡോർ തുറന്ന് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം എന്താണ് സംഭവിച്ചത്. അടിപൊളി, ഇത് തകർത്തു. ഇതുണ്ടോ നോക്കി, ഇങ്ങനൊരു പള്ളി എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതൊക്കെ ഓപ്പണാണ്, ആർക്കും വന്ന് കാണാൻ കയറാം, അങ്ങനത്തെ ഒരു സെറ്റപ്പ് കണ്ടോ. ഇതൊക്കെ മണ്ണിന്, അതായത് ഇത് ശരിക്കും ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് പണിതിട്ട് അതിൻ്റെ മേളിൽ മണ്ണെടുത്തിട്ടിരിക്കുമായിരിക്കും എന്നാണ്. പക്ഷെ അല്ല, ഇത് ഈ പറഞ്ഞ പോലെ മണ്ണ് ചെത്തിയാണ് വെച്ചേക്കുന്നത്. മണ്ണ് ചെത്തി വെച്ചിട്ട് അത് ഒരു ചെറിയ രീതിയിൽ എന്തോ പോളിഷ് പോലെ എന്തോ സാധനമൊക്കെ അതിൻ്റെ മേളിൽ അവർ ഇങ്ങനെ തൂത്തിട്ടുണ്ട്, കണ്ടില്ല? അതാണ് അങ്ങനെ ആ ഒരു ഗ്ലോസി എഫക്റ്റ് കിട്ടുന്നത്. ഇതെന്തായാലും പൊളിച്ചു കേട്ടോ. ഇത് എത്ര അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മെഴുകുതിരി കത്തിക്കുന്ന ഒരു സ്ഥലമുണ്ട് കണ്ടോ. അപ്പം മെഴുകുതിരി കത്തിച്ച് കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ ആ ഒരു ഇത് പുറത്തേക്ക് പോകണ്ടേ, അതിന് വേണ്ടിയാണ് നമ്മൾ പുറത്തേക്ക് നമ്മളൊരു സാധനം കണ്ടില്ലേ, അത് വെച്ചിരിക്കുന്നത് അതിന് വേണ്ടിയാണ് കേട്ടോ. എക്സോസ്റ്റ് പോലൊരു സംഭവം ഫാനൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഫാനോ AC-യോ ഒരു സംഭവം ഒന്നും ആവശ്യമില്ല. പ്രോപ്പറായിട്ട് ലൈറ്റ് കൊടുക്കേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇത് കൊള്ളാം കേട്ടോ. ഇതിൻ്റെ അൾത്താരയൊക്കെ നോക്കി, എന്തൊരു സ്പേസാണ്, അടിപൊളി. ഇത് തകർത്തു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പള്ളി കാണുന്നത്. ദിസ് ഈസ് റിയലി ഇൻട്രസ്റ്റിംഗ് മാൻ. അത് വളരെ മനോഹരമായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇതൊരു പള്ളിയാണ്. ഇനി ഇവിടെ നമുക്ക് ഇതുപോലെയുള്ള അണ്ടർഗ്രൗണ്ട് വീടുകളും ഹോട്ടലുകളും മ്യൂസിയങ്ങളും അങ്ങനെ പല സംഭവങ്ങളും നമുക്ക് കാണാനുണ്ട്. ദിസ് പ്ലേസ് ഈസ് റിയലി നൈസ് മാൻ. അടിപൊളി. അപ്പോൾ ഈ പള്ളി അണ്ടർഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് കാണുന്ന ആ മോട്ടലും അണ്ടർഗ്രൗണ്ട് ആയിരിക്കും. ഇവിടെ ഇഷ്ടംപോലെ അങ്ങനത്തെ മോട്ടൽസും ഹോട്ടൽസും ഉണ്ട് അണ്ടർഗ്രൗണ്ടിലുള്ളത്.
ഞാനും ബുക്ക് ചെയ്തിരിക്കുന്ന അണ്ടർഗ്രൗണ്ട് മോട്ടലിലാണ്. നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് ഹോട്ടലിൽ പോയി ഹോട്ടൽ റൂം കാണിച്ചു തരാം. ഇവിടെ എന്തുകൊണ്ടാണ് ഇത്രയധികം അണ്ടർഗ്രൗണ്ട് ഹോട്ടലുകളും വീടുകളും വന്നതെന്ന് അറിയാമോ? അതായത് ഈ ഒരു ഓസ്ട്രേലിയയിലെ ഈ ഒരു പ്രദേശത്ത് സെൻട്രൽ ഡെസേർട്ട് ഏരിയയിൽ ഏറ്റവും കൂടുതൽ ചൂട് വരുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ അത്രയും ചൂടത്ത് ആളുകൾ ഇവിടെ ജീവിക്കാനായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും അവർ അണ്ടർഗ്രൗണ്ട് കൺസെപ്റ്റിൽ വീടുകളും ബാക്കിയുള്ള സംഭവങ്ങളും പണിത് തുടങ്ങിയത്. പിന്നെ അത് മൊത്തത്തിലെടുത്തൊരു തീരുമാനമായിരുന്നു. അപ്പോൾ കൂടുതൽ ആൾക്കാരും ശരിക്കും ജീവിക്കുന്നത് ഇങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത് കാറ്റ്. പിന്നെ ഇവിടെ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി ഇവർ കാറ്റ് ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു. പിന്നെ സോളാർ പാനൽ, ഇഷ്ടംപോലെ സോളാർ പാനൽ ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ പല പ്രകൃതി സംഭവങ്ങളും ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന കൂപ്പർ പെടി. നമ്മൾ നേരത്തെ കണ്ട മോട്ടലില്ലേ, ആ മോട്ടലാണ് ഇത്. അണ്ടർഗ്രൗണ്ട് മോട്ടൽ എന്ന് പറഞ്ഞ നമ്മൾ സംഭവം കണ്ടല്ലേ അത്. ഇപ്പം ഇവിടുത്തെ റൂം എന്ന് പറയുന്നതെല്ലാം ഈ പറഞ്ഞ ഭൂമിക്കടിയിലായിരിക്കും. അതിൻ്റെയൊക്കെ എൻട്രൻസ് ആണ് നമുക്ക് മുമ്പിൽ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്. കണ്ടോ, ഇവിടെയുള്ള മിക്ക മലകളുടെയും അടിയിൽ ഈ കാണുന്ന അടിയിലെല്ലാം ഈ പറഞ്ഞ ഓരോരോ സംഭവങ്ങളായിരിക്കും. അതാണ് നമുക്കിവിടെ ഇത്തരത്തിൽ ചെറിയ മലകളൊക്കെ പോലെ കാണാൻ സാധിക്കുന്നത്. ഡിഗേഴ്സ് കഫേ, പിന്നെ ഡിഗേഴ്സ് വീട്, അത് ഇത്, പിന്നെ മറ്റേ ഓപ്പല്. ഇവിടെ ഒരു ഒലിവേഴ്സ് ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടെ ഒരു ഇന്ത്യൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടു. ഇവിടെ ഉണ്ടാവും ഇന്ത്യക്കാർ, മലയാളികളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ ആരെയും കണ്ടില്ല ഇതുവരെ. ഞാൻ ആ കടയിൽ കയറി, അതിനകത്ത് ഇന്ത്യക്കാരാണ് ഫുള്ള്. ആ കഥ തുറന്നപ്പോഴത്തേക്കിന് ഇന്ത്യൻ മണം, ഇന്ത്യൻ ഫുഡൊക്കെ ഉണ്ട്. രാത്രി 7-8 മണി വരെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു വലിയ ഹോട്ടലാണെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയായിരുന്നു, പക്ഷേ ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി പണിത ഒരു സെറ്റപ്പ് പോലെ എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ ഇവിടെ ബുക്ക് ചെയ്യായിരുന്നത്. അതായത് അണ്ടർഗ്രൗണ്ട് ഹോട്ടൽ, ഗെയിമിംഗ്, ബാർ ആൻഡ് ഡൈനിങ് ഫെസിലിറ്റീസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഡെസേർട്ട് കേവ് ഹോട്ടൽ എന്നാണ് അതിൻ്റെ പേര്. എല്ലായിടത്തും ഭയങ്കര കളർഫുൾ ആട്ടോ എല്ലാ പരിപാടികളും. എല്ലാം അണ്ടർഗ്രൗണ്ട് ആണ്. അണ്ടർഗ്രൗണ്ട് ഗാലറി. ആ ഹോട്ടലിന്റെ ബിൽഡിംഗ് ഒക്കെ കണ്ടില്ലേ? അത് ഇതെന്താണ് ഇങ്ങനെ മല വെട്ടിപ്പൊളിച്ചുണ്ടാക്കിയിരിക്കുക കേട്ടോ. ശരിയാ മല വെട്ടിപ്പൊളിച്ചിട്ടുണ്ട് അവിടെ. ഇവിടെ ഒരു അണ്ടർഗ്രൗണ്ട് മ്യൂസിയം ഉണ്ട്. പിന്നെ കം ആൻഡ് സ്റ്റേ വിത്ത് അസ് ഇൻ അണ്ടർഗ്രൗണ്ട് റൂംസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. കൊള്ളാലോ. ഇത് ശരിക്കും എന്താ പറയാ, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ട്രഡീഷണൽ ഹോട്ടലല്ല. ഇവിടെ പണ്ട് കാലം പോലുള്ള ട്രഡീഷണൽ ഹോട്ടൽസ് ഉണ്ട്. അങ്ങനെ ഒരെണ്ണമാണ് ഞാൻ തപ്പിപ്പിടിച്ച് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ കാണിച്ച് വെച്ചിട്ട് ബാക്കിയൊക്കെ എനിക്ക് വന്ന് പറ്റിപ്പിക്കുന്ന പരിപാടിയാണെന്നാണ് തോന്നുന്നത്, അറിയില്ല. സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് ഇവിടെ. ഇതുപോലൊരു ക്യാമറമാനൊക്കെ ആയിട്ട് നടക്കണം. കിട്ടും സാധനം. ഇതും $1 കിട്ടും. നമുക്ക് എപ്പോഴെങ്കിലൊക്കെ എടുക്കാം. അടിപൊളിയായിരിക്കും അല്ലേ? ശരിക്കും കാറിൻ്റെ ലൈസൻസ് മതി ഇത് ഓടിച്ചുകൊണ്ട് നടക്കാനും. പിന്നെ ഇച്ചിരി മൈലേജ് കുറവായിരിക്കും, അത്രേ ഉള്ളൂ. നമ്മൾ നേരത്തെ കണ്ട ഹോട്ടലാണ് അപ്പുറത്ത് കാണുന്നത്. അതിൻ്റെ ഇപ്പുറത്തായിട്ട് നമുക്ക് കാണുന്നത് ഉമൂന ഓപ്പൽ മൈൻ ആൻഡ് മ്യൂസിയം. അൺഫോർച്ചുനേറ്റ്ലി ഫെബ്രുവരി മാസത്തിൽ അവർ ക്ലോസ്ഡ് ആണെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഫെബ്രുവരി ഐ തിങ്ക് ഇറ്റ്സ് ആൻ ഓഫ് സീസൺ. അതുകൊണ്ടാണ് പല സംഭവങ്ങളും ഇല്ലാത്തത്. വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഒരു സ്പേസ് ഷിപ്പ് കാണാൻ താല്പര്യമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇഷ്ടം പോലെ അണ്ടർഗ്രൗണ്ട് അക്കോമഡേഷൻ ഉണ്ട്. ഇത് $25 മുതൽ അണ്ടർഗ്രൗണ്ട് അക്കോമഡേഷൻ കിട്ടുമെന്ന്. ഡോമിറ്ററീസ് ഒക്കെ ഉണ്ടാവും. ഇവിടെ ഈ കാണുന്നത് ഒരു ക്രാഷായി കിടക്കുന്ന ഒരു സ്പേസ് ഷിപ്പിൻ്റെ ഒരു രൂപമാണ് ഈ കാണുന്നത്. കണ്ടോ, ഇത് ശരിക്കും നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടാവും. പിച്ച് ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ പിച്ച് ബ്ലാക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു സ്പേസ് ഷിപ്പ് ക്രാഷ് ആവുന്നുണ്ട്. ആ സ്പേസ് ഷിപ്പ് ക്രാഷായി കിടക്കുന്നതിൻ്റെ ഒരു സെറ്റ് ഇട്ട സംഭവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ഫിലിം സെറ്റാണ് ഈ കാണുന്നത്. ആ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ഗസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ആ സിനിമയുടെ കുറേ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചിട്ടാണ്. അതല്ലാതെ ബൂമർ എന്ന് പറയുന്ന ഇവരുടെ ഈ ഒരു ഓസ്ട്രേലിയയുടെ ഈ സ്പേസ് പര്യവേഷണ പരിപാടികളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സംഭവമാണിത്. അപ്പോൾ ആ ഒരു സ്പേസ് ഷിപ്പിൻ്റെ അത് സംഭവം സിനിമയുടെ സെറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സംഭവം പൊളിയാട്ടാ. നല്ല അടിപൊളി സാധനങ്ങളൊക്കെ വെച്ചാൽ ഉണ്ടാക്കിയേക്കുന്നേ. എൻ്റെ ദൈവമേ, അതിങ്ങനെ ക്രാഷ് ആയതിൻ്റെ ഒരു സീൻ എടുക്കുന്നതിന് വേണ്ടി ഇട്ട സെറ്റാണ് ഈ കാണുന്നത്. ഇത് ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഇതൊക്കെയാണ് ശരിക്കുള്ള ഒറിജിനൽ ട്രഡീഷണൽ ഹോട്ടൽസ് ആൻഡ് മോട്ടൽസ്. കണ്ടില്ലേ, നമുക്ക് ആ മലയുടെ അടിയിലാണ് ശരിക്കും അതിനകത്തെ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഓപ്പൽ കേവ് അണ്ടർഗ്രൗണ്ട് ടൂറിസ്റ്റ് കോംപ്ലക്സ് ആൻഡ് ഹോട്ടൽ. ആ കടയുടെ പേര് എനിക്ക് ഇഷ്ടപ്പെട്ടു, നൊട്ടോറിയസ് ട്രേഡേഴ്സ്. ഈ ഒരു ഗ്രാമത്തിലെ ഏക സൂപ്പർ മാർക്കറ്റാണ് ആ കാണുന്നത്, IGA ഗ്രോസറി. എനിക്ക് ഇവിടുത്തെ ഈ സെറ്റപ്പുകളൊക്കെ കാണുമ്പോഴേ നമ്മൾ ഈ പട്ടാളക്കാർ ബങ്കറുണ്ടാക്കുന്നൊരു പരിപാടി, ആ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. ഇവിടെ ഓപ്പൽ കേവ് എന്നും പറഞ്ഞുകൊണ്ട് വേറൊരു സംഭവം. ഈ നാടേ ഇത് വെറൈറ്റി ആട്ടോ മൊത്തത്തിൽ. വേറെ കാർ പോർച്ച്, പിന്നെ മൊത്തം അതിൻ്റെ അടിയിൽ ഓപ്പൽ ജ്വല്ലറി, ഓപ്പൽ മ്യൂസിയം, പിന്നെ വർക്ക്ഷോപ്പ്, ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്, അണ്ടർഗ്രൗണ്ട് അക്കോമഡേഷൻ, റിസപ്ഷൻ, എല്ലാ സംഭവങ്ങളും അടിയിലേക്ക് കയറി. കുറേ എൻട്രൻസും പരിപാടികളും എല്ലാം ഉണ്ടല്ലേ. മണ്ണിനടിയിലേക്ക് ഇങ്ങനെ പോകണം.
ഈ മെനകെട്ട കാറ്റ് ഇന്ന് മിക്കവാറും എന്നെയും കൊണ്ടേ പോവുള്ളൂ. ഇതൊക്കെ മറ്റേ ടണലിംഗ് മെഷീൻസ് ആണ്, അതായത് ടണൽ ചെയ്യുന്നതിന് വേണ്ടി, കുഴിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള ഉപയോഗിക്കുന്ന മെഷീനുകളാണ്. അണ്ടർഗ്രൗണ്ടിൽ ഉപയോഗിക്കുന്ന AC-യുടെ ഒക്കെ ഡക്റ്റും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയാണ് തോന്നി ഈ മുകളിലിരിക്കുന്നത്. കണ്ടില്ലേ ആ മല മൊത്തം, ഇതിന്റെ അടിയിൽ മൊത്തം ഒരു ഗംഭീര സെറ്റപ്പാ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ കാണുന്ന മല കണ്ടോ, ഇതിന്റെ അടിയിൽ ബിഗ് വിഞ്ച് എന്നും പറഞ്ഞുകൊണ്ടൊരു ബാറും പിന്നെ വേറെന്തൊക്കെ സെറ്റപ്പുകളൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട് ഈ കാണുന്ന മലയുടെ അടിയിൽ. ഇതെല്ലാം നമ്മൾ മുകളിലേക്ക് കെട്ടിടങ്ങൾ കാണുന്ന പോലെ താഴേക്കാണ് ഇവിടുത്തെ കെട്ടിടങ്ങളെല്ലാം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഫെബ്രുവരിയിൽ ആരും വരരുത്, എല്ലാം മാർച്ചിലേ തുറക്കുകയുള്ളൂ. അതായത് സമ്മർ ക്ലോഷർ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊരു അടിപൊളി സെറ്റപ്പായിരുന്നു ഇത്. ഈ കാണുന്ന ഈ സ്ഥലമാണ് ഇതിന്റെ അടിയിൽ, ഈ മലയുടെ അടിയിൽ, അതിന്റെ മേളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടൊക്കെ അവര് തുറക്കുന്നുണ്ട്, കണ്ടില്ലേ അവിടെയൊക്കെ തുറന്നു വെച്ചിരിക്കുന്നുണ്ടോ അടിയിലേക്ക്. ആ കാണുന്നത് മറ്റൊരു ബിൽഡിംഗ് ആണ്. അതിന്റെ ഇപ്പുറത്തെ ഓൾഡ് ടൈമേഴ്സ് മൈൻ എന്ന് പറഞ്ഞിട്ട് അത് വേറെ ബിൽഡിങ്. സീസണിൽ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നതും ഭയങ്കര തിരക്കുള്ളതുമായിട്ടുള്ളൊരു സമയമാണിത്. ചൂട് കുറയുമ്പോഴാണ് ഇവിടെ സീസൺ ആവുന്നത്, കാരണം ചൂട് തരം വരില്ലല്ലോ. ഇതിപ്പോൾ ചൂട് സീസണാണ് ബേസിക്കലി. പക്ഷേ എന്തോ എൻ്റെ കഷ്ടകാലത്തിന് ഇപ്പോൾ ഇന്ന് കാറ്റ് വന്നതാണ്. പക്ഷേ എന്താ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതാണ് സംഭവം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പരിപാടി. ഇവിടെ ഒരു എയർപോർട്ടുണ്ട്, അതും ഈ പറഞ്ഞ പോലെ സീസണൽ ഫങ്ഷൻ ചെയ്യുന്ന എയർപോർട്ടായിരിക്കണം. ഒരു കുഞ്ഞ് എയർപോർട്ടുണ്ട് ഇവിടെ. സോ ഈസിയസ്റ്റ് വേ ടു കം ഹിയർ ഈസ് ടു ഡ്രൈവ് ഫ്രം അഡലേഡ്. അഡലേഡിൽ നിന്ന് ഒരു 500-600 കിലോമീറ്റർ, അല്ല 500 അഡലേഡിൽ നിന്ന് ഒരു 100-800 കിലോമീറ്റർ ഉണ്ട്. അഡലേഡിൽ 100 കിലോമീറ്റർ ഉണ്ട്. യെസ്, ഇറ്റ്സ് ഇൻ ബിറ്റ്വീൻ അഡലേഡ് ആൻഡ് ആലിസ് സ്പ്രിംഗ് ആണ് സംഭവം. ഞാൻ തുറന്നിരിക്കുന്ന ഒരു സ്ഥലം കണ്ടുപിടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും പോയി നോക്കട്ടെ. ഇവിടെ കുറച്ച് വണ്ടികളൊക്കെ കിടപ്പുണ്ട്, കണ്ടില്ലേ. ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ പരിപാടി. ഓ വാവ്. ഇത് ഈ പറഞ്ഞ പോലെ നമ്മുടെ കാസർഗോഡൊക്കെ ഉള്ള പോലെ തന്നെ, ആ ഭാഗത്തൊക്കെ ഉള്ള പോലെ തന്നെ ഈ ചെങ്കല്ല് പോലത്തെ കട്ടിയുള്ള മലയാണ്. ഈ മലയുടെയൊക്കെ അടിയിൽ തുറന്നു വരുന്നതാണ് ഇവർ ഓപ്പലും കണ്ടുപിടിക്കുന്നത്, ഓപ്പലും എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് ചെയ്യുന്ന പരിപാടിയൊക്കെ ആയിരിക്കണം. ഞാൻ വന്ന സമയം 2:34 2:30 വരെ, 2:30 വരെയാണ് ഇവരുടെ ടൂർ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് നമുക്ക് സെൽഫ് ഗൈഡഡ് ടൂറാണ്. 2:34 ആയതുകൊണ്ട് എന്നെ കയറ്റിയില്ല. ഞാൻ പിന്നെ ചോദിച്ചില്ല, നമ്മൾ റിക്വസ്റ്റ് ചെയ്യാനും പാടില്ല, കാരണം നമ്മൾ 4 മിനിറ്റ് ലേറ്റാണ്. നമ്മളെപ്പോലല്ല ഇവർ. എനിക്കറിയില്ല എന്നോട് 2:30 അടക്കി വന്നു. റാൻഡമായിട്ട് കണ്ടപ്പോൾ കയറിയതാണ്. സാരമില്ല, ഓക്കെ. ഞാനിപ്പോൾ വന്നിരിക്കുന്ന അണ്ടർഗ്രൗണ്ട് സെർബിയൻ ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. അത് കാണാൻ വേണ്ടിയാണ്. ആ ലൊക്കേഷൻ എവിടെ നിന്ന് നോക്കി, നമ്മുടെ ആ ഒരു ടൗണിന്റെ അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ മാറി വേണം പോകാനായിട്ട്. ഈ ഭാഗത്തുള്ള പല മലകളും ഇവര് ഇത്തരത്തില് കൺവേർട്ട് ചെയ്ത് വീടും സംഭവങ്ങളൊക്കെ പണിയുന്നുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം നമുക്ക് ഇത്തരത്തില് സംഭവങ്ങൾ കാണാൻ പറ്റും. ഇവിടെ ആക്ച്വലി എയർപോർട്ട് അടുത്തുള്ളതുകൊണ്ട് ഡ്രോൺ പറത്താൻ പറ്റാത്തതുകൊണ്ടില്ല, ഞാൻ കാണിക്കായിരുന്നു. സ്റ്റോക്ക് വീഡിയോസ് കിട്ടുകയാണെങ്കിൽ ഞാൻ കാണിച്ചുതരാം. എന്തൊക്കെ പരിപാടികളല്ലേ, എങ്ങനെയൊക്കെയല്ലേ ഓരോ നാട്ടില് ആളുകൾ ജീവിക്കുന്നത്. അപ്പൊ ഇതാണ് അണ്ടർഗ്രൗണ്ട് പാരിഷ് ഹാൾ, അതായത് സെർബിയൻ ചർച്ച്. അങ്ങ് ദൂരെ വേറൊരു മല തുറക്കുന്നതുണ്ടോ, തുറന്ന് അതിനകത്ത് എന്തോ പണിയുന്നുണ്ട്. അതും തുറന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ശരിക്കും ഞാൻ കരുതിയത് പോലല്ല കേട്ടോ, ഇത് ശരിക്കും തുറന്ന് തന്നെ പണിയുന്ന കേട്ടോ. ഇതുപോലെയുള്ള പള്ളികളൊക്കെ ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അത് അതേപോലെയാണ് വെച്ചിരിക്കുന്നത്, കണ്ടില്ലേ നോക്കി. ഇത് കണ്ടാ ശരിക്കും ആ സ്റ്റോണല്ല, മണ്ണിങ്ങനെ കട്ട് ചെയ്തിട്ട് അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ഇത് കാണുമ്പോഴത്തേക്കിനും ബിൽഡിംഗ് ഉണ്ടാക്കുന്ന പോലെ തന്നെ അല്ലേ തോന്നുക, അല്ലേ? എന്തൊക്കെ പരിപാടികളല്ലേ. ഇവിടെ ഒരു സേഫ് ലോക്കർ കണ്ടോ വെച്ചിരിക്കുന്നത്. $5 ഡൊണേഷൻ കൊടുക്കണമെന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ. പള്ളിമണിയാണ് ഈ കാണുന്നത്. പള്ളിമണി കണ്ടല്ലേ, പള്ളിമണി അടിക്കാൻ പറ്റുമോ? ഇല്ല. അയ്യോ, ഇങ്ങനെ എന്തുവാണിത്. ഇത് ഡോറ് തുറന്നു കഴിഞ്ഞിട്ടേ നമ്മൾ താഴേക്ക് ഇറങ്ങി പോവാണ്ടോ. എൻ്റെ പൊന്നെ, ഇത് സെർബിയൻ ചർച്ച് എന്ന് പറയും, സെർബിയൻ ഓർത്തഡോക്സ് ചർച്ച്. അതുകൊണ്ട് തന്നെ നമുക്കൊരു റഷ്യൻ ചർച്ചകളിലൊക്കെ പോകുന്നൊരു ഫീൽ ഉണ്ടാവും. ഈ ടണൽ ബോറോ മെഷീൻസ് ഉപയോഗിച്ചിട്ടാണ് ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ഭയങ്കര സംഭവം കേട്ടോ. പെർഫെക്ഷനോട് കൂടി വെട്ടിയെടുക്കണ്ടേ നമ്മൾ. എനിക്ക് തോന്നുന്നു ശരിക്കും നമ്മുടെ കാസർഗോഡും മംഗലാപുരത്തും കണ്ണൂരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. മെഴുകുതിരിയൊക്കെ വെച്ചിട്ടുണ്ട്. മെഴുകുതിരി എടുത്ത് വേണമെങ്കിൽ കത്തിക്കാം. അതിന് $2 കോൺട്രിബ്യൂഷൻ ആയിട്ട് ഇടുക, അത്രേ ഉള്ളൂ. ഇത് കണ്ടോ, ആ അകത്ത് തന്നെ ആ മണ്ണിൽ കാർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രൂപം. ഇവിടെ ശരിക്കും വേറെ ആരുമില്ല കേട്ടോ, ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. വളരെ ലൈറ്റായിട്ട് പാട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. വാവ്, കൊള്ളാമല്ലേ. ശരിക്കും നല്ല അടിപൊളിയായിട്ട് നല്ല
ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ഈ സ്റ്റോൺ കാർവിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ വളരെ മനോഹരമായിട്ട് കാർവ് ചെയ്തെടുത്തിട്ടാണ് ഇവിടെ ഈ ഒരു പള്ളി അണ്ടർഗ്രൗണ്ടിൽ ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പുറത്ത് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുകയില്ല. ഇൻട്രസ്റ്റിംഗ് മാൻ, ഒരു രക്ഷയില്ലാത്ത കീഴിലെ സെറ്റപ്പ്. ഇനിയിപ്പോൾ തിരിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കിനും ഇങ്ങനെയാണ് പോകുന്നത്. പുറത്ത് ഭയങ്കര കാറ്റായതുകൊണ്ട് ആ കാറ്റിൻ്റെ സൗണ്ട് നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓ വാ, ഇവിടെയും ഒരു സംഭവമുണ്ട്. ഇത് കണ്ടോ നോക്കി. ഇത് ഈ പള്ളിയുടെ മുകൾ ഭാഗമാണേ. ഇത് ആരുടെയും കബറുടെ ഒന്നുമല്ല, പക്ഷേ ഇത് ഹാൻഡ് കാർവ്ഡ് ബൈ ഏതൊരു വ്യക്തി എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അല്ല, ഇതെന്താ സംഭവം? ഇതെന്ത് സംഭവമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് കണ്ടോ, നമുക്ക് ചിത്രപ്പണികളൊക്കെ ചെയ്ത് വെച്ച് അവിടെയുണ്ട്. അതും ഈ പറഞ്ഞ പോലെ മണ്ണ് ചെത്തിയെടുത്ത് ഉണ്ടാക്കിയതാണ് ആ പരിപാടി. കറക്റ്റ് നല്ല അടിപൊളിയായിട്ട് മനസ്സിലാവും നമുക്ക് ആ ചെത്തി വെച്ചിരിക്കുന്നത്. ഇത് പോളിഷ് ചെയ്തിട്ട് പോലും ഇല്ല, കണ്ടില്ലേ നോക്കി. വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തോണ്ടി വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷേ ഇത് ഭയങ്കര സ്ട്രോങ് ആണിത്. ഇങ്ങനെ ചുമ്മാ തോണ്ടിയൊന്നും കിട്ടുമൊന്നുമില്ല. ഇറ്റ്സ് റിയലി ബിഗ് അല്ലേ? ശരിക്കും ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിലും കഷ്ടപ്പാടാണ് ഇത്തരത്തിൽ അണ്ടർഗ്രൗണ്ടിലേക്ക് തുരന്നെടുക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാൻ സാധിച്ചത്. കാരണം അത്രയധികം എഫേർട്ട് ഇടേണ്ട ഒരു വർക്കാണ്. അത്രയധികം ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. എന്തായാലും നമുക്കിനി പുറത്തേക്ക് പോകാം. ഇനി പോയി ഫുഡ് കഴിക്കണം. പിന്നെന്താ, എങ്ങനെ തുറക്കാൻ പറ്റുന്നില്ല. അതുപോലെ കാറ്റ് പുറത്ത്. എൻ്റെ ദൈവമേ, ഇവിടെങ്ങും ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഈ പള്ളി കാണാനും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എൻ്റെ സ്റ്റേക്ക് വന്നിരിക്കുകയാണ്. ഞാനിവിടെ ഒരു കടയിൽ കയറി വന്ന് ഞാൻ സ്റ്റേക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് ടീബോൺ സ്റ്റേക്കാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഓസ്ട്രേലിയ വരുമ്പോഴത്തേക്കിനും ഓസ്ട്രേലിയയിൽ സ്റ്റേക്ക് കഴിക്കണ്ടേ, അതാണല്ലോ അതിൻ്റെ ഒരു ഗുമ്മെന്ന് പറയുന്നത്. ഇതിന് $45 ഈ സ്റ്റേക്കിന്. ഈ ഒരു സോസിന് $3 എക്സ്ട്രാ വാങ്ങിച്ചു. പിന്നെ ഈ കുറവാണെങ്കിൽ $11. കുറച്ച് കത്തിയാണ്, പക്ഷേ ഇതൊക്കെ ഇവിടെ കിട്ടുന്നുണ്ടല്ലോ എന്ന് തന്നെ വലിയ കാര്യം. ഇത് മീഡിയം റെയറാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നല്ല വലിയ പോർഷനാണ് കേട്ടോ. ഇതിന് വേറെ ഒന്നും കഴിക്കണ്ട. എങ്ങനെ ഞാൻ കഴിക്കും? ഞാനതാണ് ഇങ്ങനെ ആലോചിക്കുന്നത്. ദിസ് ഇസ് ടു ബിഗ് മാൻ. അടിപൊളി. അത് ഇവിടുത്തെ ഓസ്ട്രേലിയൻ ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പൊളിയാണ്. എന്താ അടിപൊളിയാന്ന് പറയാ. ഓ അമ്പം വിത്ത് പെപ്പർ സോസ്, അടിപൊളി. അസ്പാരഗസ്, മാഷ് പൊട്ടറ്റോ എല്ലാം ഉണ്ട്. ഞാൻ കുറേ ദിവസമായിട്ട് സ്റ്റേക്ക് കഴിക്കണം ആലോചിക്കുകയായിരുന്നു. എന്നാൽ ഒരു പ്യുവർ ഔട്ട് ബാക്ക് സ്റ്റേക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ ടീബോൺ സ്റ്റേക്ക് കഴിച്ചു കഴിഞ്ഞു. ആഹാ, നക്കി വെച്ച്. ഇന്ന് വേറെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. സോ നല്ല വിശപ്പായിരുന്നു. രാവിലെ ഒരു പീസ് ചിക്കൻ കഴിച്ചു, അത് മാത്രം ഉണ്ടായിരുന്നു. രാവിലെ അല്ല, വൈകിട്ടായി, 4 മണിയായി. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളിനിയിപ്പോൾ എങ്ങോട്ടാ പോകുന്നതല്ലേ, നമ്മളിനിയിപ്പോൾ നമ്മുടെ ഹോട്ടലിലേക്ക് പോവാണ്. ആൻഡ് ഐ എം സൂപ്പർ എക്സൈറ്റഡ് ടു ഗോ ആൻഡ് സ്റ്റേ ഇൻ മൈ അണ്ടർഗ്രൗണ്ട് മുറി. അണ്ടർഗ്രൗണ്ടിലുള്ള മുറിയൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ ഹോട്ടൽ എങ്ങനെയാണ് പരിപാടി, എന്താ പരിപാടി എന്നൊക്കെ അവിടെ പോയി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഞാനിവിടെ ഉള്ള സ്ഥലത്തുനിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ പോയാൽ മതി. ഞാനിപ്പോൾ കഴിച്ച ഭക്ഷണത്തിന് $45-50 എല്ലാം കൂടെ. ഇത് $8 ഞാൻ വാങ്ങിച്ചാണ്. ഇന്ത്യൻ ബട്ടർ ചിക്കൻ വിത്ത് റൈസ്. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് വാങ്ങിച്ചാണ്. ഇത് വൈകിട്ട് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചത്, രായിട്ടല്ല, രാത്രി കഴിക്കാൻ വേണ്ടി. $8 ഉണ്ടോ. ഇങ്ങനെയാണ് ചീപ്പായിട്ട് ഫുഡ് കിട്ടുക. സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഫ്രോസൺ ഫുഡ് വാങ്ങിച്ച് ചൂടാക്കി കഴിച്ചാൽ മതി. ഗൈസ്, ആ കാണുന്നതാണ് എൻ്റെ ഹോട്ടൽ. നോക്കൂ. ആ കാണുന്ന മല കണ്ടോ, അതാണ് എൻ്റെ ഹോട്ടൽ. ആ മലയുടെ താഴെയാണ് എൻ്റെ ഹോട്ടൽ. ഓ, അത് പൊളിച്ച്, അത് തകർത്ത്. അണ്ടർഗ്രൗണ്ട് മോട്ടൽ. ആഹാ. എൻസ്യൂട്ട് റൂംസ് ആൻഡ് സ്വീറ്റ്സ്, കിച്ചൺ, ലോണ്ടറി, ബ്ലാ ബ്ലാ ബ്ലാ, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഔട്ട് ബാക്ക് അക്കോമഡേഷൻ വിത്ത് എ ഡിഫറൻസ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ താമസിക്കാൻ പോകുന്നത്. എൻ്റെ സെലക്ഷൻ എന്തായാലും മോശമായില്ല. ഈ പുള്ളിക്കാരിയാണ് ഇതിൻ്റെ മാനേജർ. എനിക്ക് റൂമിൻ്റെ ചാവിയൊക്കെ തന്നു. ഇവിടെ നിന്ന് ഞാൻ മാത്രമാണ് താമസിക്കുന്നത്. എനിക്കറിയത്തില്ല, വേറെ ആരെയും കണ്ടില്ല. ചിലപ്പോൾ ആൾക്കാരൊക്കെ വരുന്നേ ഉണ്ടാവുള്ളൂ. എൻ്റെ കാർ ഞാനിവിടെ ഇട്ടു. ഇതാണ് ഇവരുടെ ഓഫീസ്. എൻ്റെ റൂം അങ്ങ് താഴെയാണേ. അപ്പോൾ താഴത്തെ, അതായത് ഇതിൻ്റെ അടിയിലാണ് എൻ്റെ മുറി. ഇത് കണ്ട, ഇതിൻ്റെ അടിയിലാണ് എൻ്റെ മുറി, ഈ കാണുന്ന മലയുടെ അടിയിൽ. അപ്പോൾ ഇവിടെ ഓഫീസ്, ഈ കാണുന്ന ഓഫീസ്. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് നമുക്ക് ഈ മല തുറന്ന് തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മലയുടെ അകത്തോട്ട് നമുക്ക് കയറി പോകാം. ഇത് പൊളിച്ച്, എനിക്കിഷ്ടപ്പെട്ടു. നല്ല കിടുക്കാച്ചി ആംബിയൻസ് നോക്കിയേ. ഇതൊക്കെ കണ്ടോ, ഇത് ശരിക്കും ഭയങ്കര കട്ടിയാട്ടോ. ഇത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ തുറക്കുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പണ്ടത്തെ ഇവിടുത്തെ ഓപ്പൽ മൈനിങ്ങിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അബോറിജിനൽ ആർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ റൂംസാണ് കേട്ടോ. ഇവിടുത്തെ ചെറിയ ചെറിയ റൂമുകളാണ് പലതും. കൊള്ളാം കേട്ടോ സെറ്റപ്പ്.
ഇവിടെ ഒരു കിച്ചൺ ഉണ്ടെന്ന് അവർ പറഞ്ഞായിരുന്നു. കിച്ചൺ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ഇവിടെ മിക്ക സ്ഥലങ്ങളിലും ഇതുപോലെ കിച്ചൺ ഉണ്ടാവും. കിച്ചൺ നമുക്ക് ഉപയോഗിക്കാം. കിച്ചൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉപയോഗിച്ച് ക്ലീൻ ആക്കി ഇടണം. എന്തെങ്കിലും കുക്ക് ചെയ്യുവാണെങ്കിൽ അതൊക്കെ ഉപയോഗിച്ച് പാത്രമൊക്കെ കഴുകി ക്ലീൻ ആക്കി ഇട്ടണം. അതാണ് അവരുടെ പരിപാടി എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ഓവനുണ്ട്. പിന്നെ ഇവിടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇരുന്ന് കഴിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലമുണ്ട്. ഒരു റെഫ്രിജറേറ്ററും ഉണ്ട്. ഇവിടെ കുറച്ച് റൂംസാണുള്ളത്. ഇത് കൊള്ളാട്ടോ പരിപാടി. നല്ല കാം ആൻഡ് ക്വയറ്റ്, ശാന്തം, സുന്ദരം, സമാധാനം. ഇനി നമുക്ക് വണ്ടി എടുത്ത് താഴെ പോയിട്ട് നമ്മുടെ റൂമിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് എൻ്റെ മുറി. അപ്പോൾ മുമ്പിൽ തന്നെ ഇവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാം. ഇവിടെ ആക്ച്വലി 2 മുറികളുണ്ട്. 8, 9 എന്നും പറഞ്ഞുകൊണ്ട് 2 പേർക്ക് വേണമെങ്കിൽ ഇവിടെ കിടക്കാം. 2 മുറിയായിട്ട് ഇവിടെ സെറ്റാണ്. അപ്പോൾ ഈ കാണുന്ന മല തുരന്നുണ്ടാക്കിയ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അടിപൊളി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് താമസിക്കാൻ വേണ്ടി പോകുന്നത്. ശരിക്കും പാറ വെട്ടി എടുത്തിരിക്കുക കണ്ടില്ലേ. നമ്മുടെ നാട്ടിലൊക്കെ ഞാനൊരു പുതിയ ഹോട്ടൽ പണിയുകയെന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ ഏത് രീതിയിലാണ് ഹോട്ടലൊക്കെ പണിയുന്നത് അല്ലേ? നമ്മൾ കെട്ടിടം പണിയും വേറെ പല രീതിയിൽ പണിയും, വീട് പണിയുന്ന പോലെ പണിയും. ഇതെന്ന് പറയുന്നത് വേറെ തന്നെ സെറ്റപ്പാണ്. അതായത് എന്താ പറയുക, വേറെ തന്നെ സെറ്റപ്പ്. ഓ വാവ്. ഇതാണ് ഗൈസ് എൻ്റെ മുറി എന്ന് പറയുന്നത്. ഓ വാവ്. ഇത് എൻ്റെ ലിവിങ് റൂം. ഇവിടെ ഒരു സോഫയുണ്ട്. പിന്നെ ഇവിടെ ഒരു TV ഉണ്ട്. മുകളിൽ ഒരു AC കൊടുത്തിട്ടുണ്ട്. AC-യിൽ കാറ്റ് മാത്രമേ വരുള്ളൂ കേട്ടോ. അങ്ങനെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് കോൾഡ് എയർ ഓൺലി എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ടേബിൾ പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഭാഗ്യത്തിന് ഇവിടെ ഒരു ജനലുണ്ട്. പുറത്തേക്ക് നമുക്ക് ആ ഒരു എൻട്രൻസിന് കാണാൻ വേണ്ടി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലസ്റ്റർഫോബിക് ഫീൽ കിട്ടിയാൽ മേളിൽ നമ്മൾ കണ്ട റൂമിൽ അതുപോലെ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം അത് ടോട്ടലി ഡീപ്പ് ഇൻസൈഡാണ്. പിന്നെ ഇവിടെ നമുക്ക് ഇതിനകത്തൊരു കിച്ചൺ സെറ്റപ്പ് ഉണ്ട്. ഇതിനകത്ത് മൈക്രോവേവ് ഉണ്ട്. നമുക്ക് ഫുഡ് ചൂടാക്കി കഴിക്കാം. ഇതൊക്കെ ഇവിടുത്തെ ഔട്ട് ബാക്ക് ഹോട്ടലുകളിലെ സ്റ്റാൻഡേർഡാണ്. എല്ലായിടത്തും മൈക്രോവേവും പിന്നെ ബേസിക് കിച്ചൺ സെറ്റപ്പും പിന്നെ റെഫ്രിജറേറ്ററൊക്കെ ഉണ്ടാവും. കാരണം ഇതിലേ പോകുന്ന ആൾക്കാരൊക്കെ, കാരണം ഹോട്ടൽസൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ എല്ലാവരും സെൽഫ് കുക്കിംഗ് ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് ചൂടാക്കി കഴിക്കാനോ കുക്ക് ചെയ്യാനോ ഒക്കെ ആയിട്ട്. സോ ഇത് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് സാധനങ്ങളാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇതൊക്കെ ഉള്ളതുപോലെ തന്നെ ഈ ഓവനും ഫ്രിഡ്ജും പിന്നെ ഈ സാധനമൊക്കെ ബ്രെഡിൻ്റെ സംഭവങ്ങളൊക്കെ സ്റ്റാൻഡേർഡ് ആയിരിക്കും. പിന്നെ ഈ ബിസ്ക്കറ്റ് അർണോട്ട്സ് എന്നും പറഞ്ഞിട്ട് ഇത് എല്ലായിടത്തും കാണാം. എനിക്ക് തോന്നുന്നു ഇവരുടെ ഫേമസ് എന്തോ സാധനമാണെന്ന് തോന്നുന്നു. ഈ ബിസ്ക്കറ്റ് പല സ്ഥലത്തും കണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ആ ഒരു ഷേപ്പിൽ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇവരുടെ ആർക്കിടെക്റ്റുമാരെന്ന് പറയുമ്പോഴത്തേക്കിനും അവർ ഡിസൈൻ ചെയ്യുന്ന അങ്ങനെ ആയിരിക്കും. എവിടൊക്കെ ഏതൊക്കെ ഡ്രില്ല് ചെയ്യണം, ഏത് രീതിയിൽ ഡ്രില്ല് ചെയ്യണം എന്നൊക്കെ ആയിരിക്കും അവർ ഡിസൈൻ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇവിടെ കുറച്ച് ഭംഗി കൂട്ടുന്നതിന് വേണ്ടി ഇതുപോലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് TV വെക്കുന്നതിന് വേണ്ടി അവിടെ ഒന്ന് കുഴിച്ച് ആ ഒരു രീതി വെച്ചു. എന്നിട്ട് താഴെ ഒരു ടൈലിട്ട് വെച്ചു. പിന്നെ ഈ ഒരു സെറ്റപ്പ് ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും ഇതാണ് എൻ്റെ ബെഡ് കേട്ടോ. ബെഡ് 2 പേർക്ക് കിടക്കാവുന്ന ഒരു ബെഡ്. അതിൻ്റെ അവിടെ ബാക്കിൽ പെട്ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പിന്നെ കൂടുതലും മോടിയൊന്നും പിടിപ്പിച്ചിട്ടില്ല. ഈ ടൈലൊക്കെ ശരിക്കും ഇത് ബോറാണ്. ഇതൊന്നും വേണ്ടായിരുന്നു. ഇത് അതേപോലെ ഇങ്ങനെ കുഴിച്ചിങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അടിപൊളിയല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ബാത്റൂം എങ്ങനെയാണെന്ന് നോക്കട്ടെ, അതും കൂടെ നോക്കാം. ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്. ഉള്ള പരിപാടി. ഓ ആ നല്ല ഒരു മോസ്റ്റ് കിഡിലൻ മോഡേൺ ടോയ്ലറ്റ്. എല്ലാ സംഭവങ്ങളും അടിപൊളിയാണ്. ടവലൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഷവർ. ഇതും ഇവർ ഈ ടൈലൊന്നും ഒട്ടിക്കാതെ അസറ്റീസ് റോ ആയിട്ട് വെക്കുകയായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഒരു ടൈൽ ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിങ്ങനെ എന്താ പോലെ ഇതിൻ്റെ മേളിലേക്ക് ഇത് എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നോക്കി ആ ബാത്റൂമിലെ ആ ഒരു എക്സോസ്റ്റ് മേളിലേക്ക് പോകണ്ടേ, അതിന് വേണ്ടി അത് എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണേ, ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സെറ്റപ്പാ. ദിസ് ഈസ് റിയലി ഇൻട്രസ്റ്റിംഗ്. ആക്ച്വലി ഇവിടെ ഈ ഒരു റൂമിന് അവർ ചാർജ് ചെയ്തത് $160 എന്ന് പറയുമ്പോഴത്തേക്കിന് ഏകദേശം 12,000 ഇന്ത്യൻ രൂപയുടെ അടുത്ത് വരും. $160 ഫോർ 1 നൈറ്റ്. അതാണ് ഇതിൻ്റെ ചാർജ്.